ഇന്ത്യയിൽ മുതിർന്ന നേതാക്കൾ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും 10 പേരെങ്കിലും ഇതുപോലെ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാറുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഇരട്ട സ്ഥാനാർത്ഥിത്വം എന്നും ചർച്ചയാകാറുണ്ട്. ഇക്കുറിയും അതിനൊരു മാറ്റമില്ല. ഇത്തവണ പക്ഷേ വയനാടിന് പുറമെ അമേഠിക്ക് പകരം റായ്ബറേലിയിലാണ് രാഹുലിൻ്റെ രണ്ടാം മണ്ഡലം. സോണിയാഗാന്ധിക്ക് ഏറെ വൈകാരിക ബന്ധമുള്ള റായ്ബറേലിയിൽ രാഹുലിന് വിജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചാൽ പിന്നീട് ഒഴിവ് വരുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. വയനാട് രാഹുൽ ഉപേക്ഷിച്ചാലുള്ള തിരിച്ചടി ഒഴിവാക്കാനും കേരളത്തിൽ UDF വിജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയാകാനുമുള്ള തന്ത്രമാണ് ഈ നീക്കം വഴി KC പയറ്റുന്നതെന്നും അടക്കം പറച്ചിലുകളുണ്ട്. ഉത്തർപ്രദേശിലെ തിരിച്ചടി ഭയന്ന് റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള AICC നേതൃത്വത്തിൻ്റെ നിർദ്ദേശം രാഹുൽ സ്വീകരിച്ചപ്പോൾ വയനാട് ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു. രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചിരുന്നത്. രാഹുൽ ഇല്ലെങ്കിൽ അമേഠിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയും രംഗത്തെത്തിയിരുന്നു. വാദ്രയുടെ രംഗപ്രവേശം കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തനായ KL ശർമ്മയെ അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. രാഹുലിനൊപ്പം പ്രിയങ്ക കൂടി മത്സരിക്കുന്നത് കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെന്ന മോദിയുടെ വിമർശനത്തിന് മൂർച്ച കൂട്ടുമെന്ന ആശങ്കയും പ്രിയങ്കയുടെ പിന്മാറ്റത്തിന് പിന്നിലുണ്ടായിരുന്നു. വയനാട്ടിലെ പ്രചാരണത്തിൽ രാഹുലിനൊപ്പം പ്രിയങ്കയും സജീവമായാണ് രംഗത്തിറങ്ങിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും പ്രചാരണത്തിനായി 2 ദിവസവും മാത്രമാണ് രാഹുൽ വയനാട്ടിലെത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുലിനോടൊപ്പം എത്തിയ പ്രിയങ്ക രാഹുൽ ഇല്ലാതെ റോഡ് ഷോയ്ക്കും വയനാട്ടിലെത്തി. പ്രിയങ്ക വയനാട്ടിൽ മത്സരിച്ചാൽ എതിർപ്പുകൾ കുറയുമെന്നാണ് KC വിഭാഗം നേതാക്കൾ കരുതുന്നത്. അമ്മയുടെ ആവശ്യപ്രകാരമാണ് റായ്ബറേലിയിൽ മത്സരിക്കുന്നതെന്നാണ് രാഹുൽ പ്രഖ്യാപിച്ചത്. നെഹ്റു കുടുംബത്തിൻ്റെ പരമ്പരാഗത മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയും. കഴിഞ്ഞ തവണ അമേഠിയിൽ 1,00,000 വോട്ടുകൾക്ക് സ്മൃതി ഇറാനിയോട് രാഹുൽ പരാജയപ്പെട്ടപ്പോഴും റായ്ബറേലി സോണിയയെ 1,67,178 വോട്ടുകൾക്കാണ് വിജയിപ്പിച്ചത്. റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ റായ്ബറേലിയിൽ മാത്രമാണ് BJP വിജയിച്ചത്. ഇന്ത്യ സഖ്യത്തിൽ സമാജ്വാദി പാർട്ടി ഉള്ളതിനാൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിക്കാൻ തന്നെയാണ് സാധ്യത. രാഹുൽ വയനാട് ഉപേക്ഷിക്കുമ്പോൾ പകരം പ്രിയങ്കയെ രംഗത്തിറക്കുന്നതിലൂടെ നെഹ്റു കുടുംബത്തിൻ്റെ മണ്ഡലം എന്ന വൈകാരിക ബന്ധം വയനാട്ടിൽ സ്ഥാപിക്കാമെന്ന പ്രതീക്ഷയാണ് KCക്കുള്ളത്. 2019 CPIയിലെ PP സുനീറിനെതിരെ 4.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. എന്നാൽ ഇത്തവണ CPIയുടെ ദേശീയ വനിതാ നേതാവായ ആനി രാജയാണ് രാഹുലിനെതിരെ മത്സരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ ആശങ്കയുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചതോടെയാണ് രാഹുലിൻ്റെ ഭൂരിപക്ഷം കുത്തനെ കൂടിയിരുന്നത്. എന്നാൽ ഇത്തവണ അത്തരമൊരു ട്രെൻഡ് വയനാട്ടിലില്ല. MP ആയിട്ടും വയനാട്ടിൽ രാഹുലിൻ്റെ സാന്നിധ്യം പേരിന് മാത്രമായതും ജനങ്ങൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ ഇത്തവണ രാഹുലിൻ്റെ ഭൂരിപക്ഷം കുത്തനെ കുറയാൻ തന്നെയാണ് സാധ്യത. 3ാം സീറ്റിനായി വയനാടിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനാൽ മാത്രമാണ് വയനാടിനായി പിടിവാശി കാണിക്കാതിരുന്നത്. എന്നാൽ റായ്ബറേലിയിൽ വിജയിക്കുന്ന രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ ലീഗ് വയനാട്ടിനായി വീണ്ടും അവകാശവാദം ഉന്നയിക്കും. ഇതും കോൺഗ്രസ് നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട്. പ്രിയങ്കയെ രംഗത്തിറക്കിയാൽ വയനാടിനായുള്ള ലീഗ് വാദത്തെയും മറികടക്കാൻ കഴിയുമെന്നാണ് KC വേണുഗോപാൽ കരുതുന്നത്. 2009 പിറവി മുതൽ വയനാട് ലോക്സഭാ മണ്ഡലം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സീറ്റായാണ് കണക്കാക്കുന്നത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പതിവായി മത്സരിച്ച് തോറ്റിരുന്ന MI ഷാനവാസിനെ വിജയിപ്പിച്ച മണ്ഡലമാണത്. എന്നാൽ 2014 തെരഞ്ഞെടുപ്പിൽ ഷാനവാസിൻ്റെ ഭൂരിപക്ഷം 20,000-ലേക്കാണ് കൂപ്പുകുത്തിയത്. ഇപ്പോഴത്തെ നിലമ്പൂർ MLA PV അൻവർ അന്ന് സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിച്ച് 37,123 വോട്ടുകളും പിടിച്ചിരുന്നു. രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ പ്രിയങ്കയല്ലാതെ പകരക്കാരനായി ഏത് കോൺഗ്രസ് നേതാവിനെ ഇറക്കിയാലും കോൺഗ്രസിൻ്റെ നില പരിഗണനയിലാവും. രാഹുലിനെതിരെ വയനാട്ടിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആനി രാജയെ തന്നെ വീണ്ടും ഇടതുപക്ഷം രംഗത്തിറക്കിയാൽ വലിയ രാഷ്ട്രീയ അട്ടിമറിക്കും സാധ്യതയേറെയാണ്. പ്രിയങ്കയല്ല ആര് വന്നാലും ഇത്തരമൊരു വെല്ലുവിളി ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ UDFന് നേരിടേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ വയനാടിനെ വഞ്ചിച്ചെന്ന പ്രചാരണവും ആനി രാജയ്ക്കാണ് ഗുണകരമാകുക. മാത്രമല്ല KK ശൈലജ, K രാധാകൃഷ്ണൻ, ഷാഫി പറമ്പിൽ, മുകേഷ് എന്നീ 4 MLAമാർ മത്സരിച്ചതിനാൽ ഇവരിൽ ആര് വിജയിച്ചാലും അതത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പും നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ഒരുമിച്ചാവാനാണ് സാധ്യത. ഇത് ഇടതുമുന്നണിക്കാവും ഏറ്റവും ഗുണകരമാകുക. വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിച്ച് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വൻ പ്രഹരമാകും. വിജയിക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ അവസാന വാക്ക് KC വേണുഗോപാലിൻ്റെതായി മാറുകയും ചെയ്യും.
വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി രമേശ് ചെന്നിത്തലയെ വെട്ടിനിരത്തിയ കെ.സിക്ക് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ അനാഥമായ എ ഗ്രൂപ്പ് ഒരിക്കലും ഭീഷണിയാവില്ല. എ ഗ്രൂപ്പിലെ പ്രധാനികളായിരുന്ന ടി സിദ്ദിഖും ഷാഫി പറമ്പിലും നിലവിൽ കെ.സിയുടെ ചേരിയിലാണുള്ളത്. ഇവർക്ക് പുറമെ യു.ഡി.എഫ് കൺവീനർ എം.എം. ഹസനും ബെന്നി ബെഹനാനും കെ.സി. ജോസഫും ഉൾപ്പെടെ കെ.സിക്കൊപ്പം നിൽക്കാനാണ് സാധ്യത.